ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മത്തിക്കറി വെച്ചാലോ. അപ്പോൾ ഇത്ര മത്തിയാണ് എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി മത്തി എടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളിയും ഇഞ്ചൊന്നും ഇടുന്നില്ലേ. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് നമുക്കിത് ഈ പറയുന്ന ഐറ്റംസൊക്കെ അതിലേക്ക് ഇട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്നോട്ടോ പുളി, ആ പുളി ഇതിലേക്ക് കുറച്ച് വയ്ക്കുക. ഫുള്ള് പുളി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളിടാം. എന്തൊക്കെ പൊടികളിടുന്നത്? 1.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ കിട്ടാൻ മതി. ഞങ്ങൾ അത്യാവശ്യം എരിയുള്ള മുളകാവുകൊണ്ട് ഞങ്ങൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടണുള്ളൂ. പിന്നെ നമുക്ക് മല്ലിപ്പൊടിൻ്റെ ആവശ്യമാണ്. അത് നിങ്ങൾ അത്ര തന്നെ മതി. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടൊന്ന് തള വരുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ ആ തക്കാളി അങ്ങനെ ഇട്ടതല്ലേ, അപ്പോൾ തക്കാളി ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പുളിപ്പൊടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കണേ. ഇനി ഇത്രയും പുളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 3 തക്കാളിയോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കാം. അല്ലാത്തവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. ഞങ്ങളോട് വെള്ളം ചേർക്കണില്ല, പുള്ളിയുടെ വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നല്ല തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മത്തിക്കൊട്ടന്മാരെ ഇട്ട് കൊടുക്കാം. മത്തിയുടെ പഞ്ഞിയും ഒക്കെ അങ്ങനെ നല്ല മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് തിളപ്പിക്കണം. കാരണം നമ്മൾ മത്തിയൊക്കെ ഒന്ന് വേവണല്ലോ. മത്തി അവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള അടുപ്പിൽ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചെറുള്ളി, നമുക്ക് ഈ കറി ഒന്ന് തൂമിച്ചാലാണ് ഈ കറിക്ക് ഒന്നൊക്കെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് ചെറുള്ളി കൊണ്ടൊന്ന് തൂമിച്ച് ഒന്ന് അവിടെ കിടന്ന് തൂമിക്കട്ടെ. ഒരു ഗോൾഡൻ കളറൊക്കെ ആവണം. ഒന്ന് ചെറുതായി മൂത്താൽ നമുക്കതിലേക്ക് വേപ്പിൻ്റെ ഇടാം. വേപ്പിൻ്റെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളകിയത് ഈ ഒരു കളറാണ്. ഒരു ഗോൾഡൻ കളർ ആയാലും നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച കറി ജസ്റ്റ് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ഈ തൂമിച്ച ചെറുള്ളിയും വേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ചാൽ അത് പിന്നെ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. മോനെ ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ ഈ ഇടയ്ക്കളയിൽ കുക്ക് ചെയ്ത് നമുക്ക് ഉമ്മരത്ത് വരെ കേൾക്കാൻ പറയുന്ന പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.